എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. രാമായണ മാസം ഇന്ന് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. രാമായണ പാരായണങ്ങളും രാമായണ പ്രഭാഷണങ്ങളും കൊണ്ട് മുഖരിതമാണ് കേരളഭൂമി. ഈ അവസരത്തിൽ രാമായണം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. രാമായണം യഥാർത്ഥത്തിൽ ഒരു ദുഃഖകാവ്യമാണ്. പിതാവിൻ്റെ ദുഃഖം, പുത്രന്റെ ദുഃഖം, മാതാവിൻ്റെ ദുഃഖം, മഹർഷിയുടെ ദുഃഖം, സഹോദരന്റെ ദുഃഖം, ഭാര്യയുടെ ദുഃഖം, അങ്ങനെ ദുഃഖപൂരിതമാണ് രാമായണം. ദുഃഖത്തിലൂടെയുള്ള ഹൃദയ വിമലീകരണമാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തുകയും മറ്റേ കിളി ദീനദീനം വിലപിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ വാൽമീകി മഹർഷിയുടെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച ശോകം ശ്ലോകമായി പരിണമിച്ചതാണ് രാമായണം. രാമസ്യ അയനമാണ് രാമായണം. യഥാർത്ഥത്തിൽ അയോധ്യാപതിയായ ദശരഥൻ ആരാണ്? നാം തന്നെയാണ് അയോധ്യാപതിയായ ദശരഥൻ. 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളോടും കൂടിയ സാധാരണ മനുഷ്യൻ. ആ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ 3 ശക്തികളുണ്ട്. അതാണ് കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവര്. യഥാർത്ഥത്തിൽ ദശരഥന് സംഭവിച്ചത് എന്താണ്? തന്റെ ജ്ഞാനശക്തിയുടെ മേൽ ക്രിയാശക്തി നേടിയ ആധിപത്യം. യഥാർത്ഥത്തിൽ കൗസല്യയോ സുമിത്രയോ അല്ല, മറിച്ച് കൈകേയിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയായതാകട്ടെ അതിനെ മന്ദര നൽകിയ പിന്തുണയും. എന്തായാലും ദശരഥൻ എന്ന സാധാരണ മനുഷ്യന്റെ പുത്രനായ ശ്രീരാമനും ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്ത പിതാവിന്റെ പുത്രനും ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നു. അവര് കാനനത്തിലേക്ക് പോകുന്നു. ഇന്ദ്രിയങ്ങളെ സാക്ഷാത്കരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. പിതാവിന്റെ അഭിപ്രായങ്ങൾ, ആഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ആ പുത്രൻ കാനനത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് പൊന്മാനിനെ കണ്ട് സീതാദേവി മോഹിക്കുന്നു. യഥാർത്ഥത്തിൽ പൊന്മാൻ എന്താണ്? ജീവിതത്തിൽ നമ്മളെ ആകർഷിക്കുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന ജീവിതത്തിലെ മോഹങ്ങളും സങ്കല്പങ്ങളുമാണ് പൊന്മാൻ. അങ്ങനെ പൊന്മാന്റെ പിറകെ പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വളരെയധികം നഷ്ടപ്പെടലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സീതാദേവി പൊന്മാനെ കണ്ടു മോഹിക്കുന്നു. രാമൻ അതിന്റെ പിറകെ പോകുന്നു പൊന്മാനെ പിടിക്കുവാനായി. അപ്പോൾ സീത എന്ന പ്രതീകം ഇവിടെ ആത്മശക്തിയുടെ പ്രതീകമാണ്, ആത്മീയതയുടെ പ്രതീകമാണ്, താൻ ആർജിച്ച ദൈവികതയുടെ പ്രതീകമാണ്. ആ ദൈവികതയാകുന്ന, ആത്മശക്തിയാകുന്ന സീതാദേവിയെ ഉപേക്ഷിച്ച് രാമൻ ജീവിത സുഖങ്ങളാകുന്ന പൊന്മാന്റെ പിറകെ പോകുമ്പോൾ രാമന് നഷ്ടപ്പെടുന്നത് തൻ്റെ ആത്മീയ ബോധമാണ്, ആത്മീയ ചൈതന്യമാണ്. അങ്ങനെ ശ്രീരാമൻ പൊന്മാന്റെ പിറകെ പോകുന്നു. ദുഷ്ടനായ രാവണൻ വന്ന് സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. തൻ്റെ ആത്മശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ പക്ഷിവൃന്ദമേ കണ്ടുവോ സീതയെ, വൃക്ഷലതാദികളെ കണ്ടുവോ സീതയെ എന്ന് ചോദിച്ചുകൊണ്ട് സീതാദേവിയെ നോക്കി വിലപിക്കുന്നു. അങ്ങനെ വിലപിച്ചുകൊണ്ട് വനാന്തരങ്ങളിലൂടെ നടക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ, ഈശ്വരദത്തമായ സൗഭാഗ്യങ്ങളെ, ജീവിതത്തിലെ സുഖങ്ങളുടെ പേരിൽ നമ്മൾ അതിൻ്റെ പിറകെ പോകുമ്പോൾ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ നമ്മളെ വിട്ടുപിരിയും. പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും കരയേണ്ടതായിട്ട് വരും. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവസാനം ആന്തരികമായ വിമലീകരണം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധി ഉദിക്കും. ഈ ബുദ്ധിയാണ് സുഗ്രീവൻ. അങ്ങനെ ആ സുഗ്രീവൻ ആകുന്ന ബുദ്ധി ഉദിക്കണമെങ്കിൽ അതിന് വിരക്തി ഉണ്ടാകണം. ആ വിരക്തിയാണ് ശബരി. അപ്പൊ ശബരിയാകുന്ന വിരക്തിയെ കണ്ടുമുട്ടിയപ്പോൾ
ബുദ്ധിയാകുന്ന സുഗ്രീവൻ ഉദിച്ചു. അങ്ങനെ സുഗ്രീവനുമായി സഖ്യം ചെയ്തപ്പോൾ സീതാദേവിയെ പറ്റിയുള്ള യഥാർത്ഥ വിവരം ലഭിക്കുന്നു. അപ്പോൾ ആ സീതാദേവിയെ നേടണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? ഇച്ഛാശക്തിയെ കൂട്ടുപിടിക്കണം. അതാ ഇച്ഛാശക്തിയാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി. അങ്ങനെ ഹനുമാൻ സ്വാമിയാകുന്ന ഇച്ഛാശക്തിയെ കൂട്ടുപിടിക്കുമ്പോൾ മുന്നിൽ കിടക്കുന്നത് വളരെ വിസ്തൃതമായ യോജന വലിപ്പമുള്ള പാരാവാരമാണ്, സമുദ്രമാണ്. അങ്ങനെ ആ സമുദ്രമാകുന്ന ആ സമുദ്രത്തെ മറികടന്ന് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, ജീവിതത്തിലെ ആ സമുദ്രമാകുന്ന പാരാവാരത്തെ മറികടന്ന് ചെന്നാൽ മാത്രമേ ആ നഷ്ടപ്പെട്ടു പോയ ആത്മവിദ്യയാകുന്ന സീതാദേവിയെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ബുദ്ധിരായ സുഗ്രീവനുമായി കൂട്ടുചേർന്ന് ഇച്ഛാശക്തിയാകുന്ന ആ ഹനുമാന്റെ സഹായത്തോടുകൂടി മോഹമാകുന്ന ആ സമുദ്രത്തെ മറികടന്നപ്പോൾ ശിംശവാ വൃക്ഷച്ചോട്ടിൽ കിടക്കുന്ന ആ ആത്മവിദ്യയാകുന്ന സീതാദേവിയെ കണ്ടെത്തുവാൻ കഴിയുന്നു. അവിടെ ആത്മവിദ്യയാകുന്ന സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടും ഇന്ദ്രിയങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ആ ഇന്ദ്രിയങ്ങളുടെ, ആ കാമക്രോധാദി ലോപമോഹങ്ങളുടെ പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ രാവണൻ. അങ്ങനെ കാമക്രോധാദി ലോപാദികളാകുന്ന ഇന്ദ്രിയങ്ങളോട് ഏറ്റുമുട്ടി തൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മവിദ്യയെ വീണ്ടെടുത്ത് ബുദ്ധിമാനായി, വിരക്തിയുള്ളവനായി, ബുദ്ധിമാനായി വീണ്ടും തിരിച്ചു വന്ന് എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി അയോധ്യാപുരിയിൽ തിരിച്ചെത്തി രാജകീയ സിംഹാസനത്തിൽ അഭിഷിക്തനായി തീരുന്നു. അങ്ങനെ ശ്രീരാമൻ വീണ്ടും ഭാരതരാജ്യത്തിന്റെ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുന്നു. ഇത് യഥാർത്ഥത്തിൽ രാമായണം ഒരു മനുഷ്യകഥാനുഗായിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആ അനുഗ്രഹങ്ങളൊന്നും കാണാതെ നമ്മൾ ജീവിതത്തിന്റെ മോഹത്തിലൂടെ നടന്ന് ജീവിതത്തിൽ കിട്ടിയ ആത്മവിദ്യയും എല്ലാം നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ കരഞ്ഞ് നമ്മൾ വിരക്തനായി ബുദ്ധി ഉദിച്ച് മോഹമാകുന്ന സമുദ്രം താണ്ടി വീണ്ടും എത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന മഹത്തായ സന്ദേശമാണ് രാമായണം നമുക്ക് നൽകുന്നത്. നന്ദി, നമസ്കാരം.